സംഖ്യയുടെ 100ന്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിന്റെ 3 മടങ്ങും 10ന്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിന്റെ 2 മടങ്ങുമാണ്. ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഇരട്ട അവിഭാജ്യ സംഖ്യ ആണ് എങ്കിൽ സംഖ്യ ഏത്? അപ്പൊ നമുക്ക് ആദ്യം അറിയേണ്ടത് ഒറ്റ 10 100 അല്ലെ. ഒറ്റ 10 100 ഇങ്ങനെയാണല്ലോ നമ്മൾ നോക്കുക. ഒറ്റ 10 100 അല്ലെ. അപ്പോൾ ഒരു സംഖ്യയുടെ 100ന്റെ സ്ഥാനത്തെ അക്കം, അപ്പോൾ ഒറ്റ 10 100 100ന്റെ സ്ഥാനത്തെ അക്കം ഒറ്റ പറയുമ്പോഴല്ലേ ഒറ്റയുടെ സ്ഥാനത്തിന്റെ അക്കത്തിന്റെ 3 മടങ്ങ്. അപ്പോൾ 2 × 3 6 2 × 3 6 അല്ലേ. അപ്പം ഇത് ശരിയാണ്. പിന്നെന്താ പറയുന്നത്? സ്ഥാനത്തിന്റെ അക്കത്തിന്റെ 3 മടങ്ങും 10ന്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തിന്റെ അക്കത്തിന്റെ 2 മടങ്ങ്. അപ്പൊ 10ന്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തിന്റെ അക്കത്തിന്റെ 2 മടങ്ങ്. ഇതാണ് 10. 10ന്റെ സ്ഥാനത്തിന്റെ അക്കം ഒറ്റയുടെ സ്ഥാനത്തിന്റെ 2 മടങ്ങ്. അപ്പോൾ 2 × 2 4 അല്ലേ. അപ്പൊ നമുക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതാ അക്കം 2 മടങ്ങുമാണ്. ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഇരട്ട അവിഭാജ്യ സംഖ്യയാണ്, ഇരട്ടയുമാണ് എങ്കിൽ സംഖ്യ ഏത്? അപ്പൊ നമുക്ക് കിട്ടി 246.